നമസ്കാരം. ഇത് ഹീറോയിൻ്റെ ഒരു സ്പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. മോഡൽ നെയിം ട്രാവലർ എന്നാണ് അതിൻ്റെ മോഡലിൻ്റെ നെയിം. ഇത് 7 സ്പീഡ് ഹൈബ്രിഡാണ്. അപ്പോൾ 10,000 രൂപയിൽ താഴെ ഒരു സൈക്കിൾ നോക്കുന്നവർക്ക് ഉള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 9,600 രൂപയാണ്. ഇത് വരുന്നത് ടൂറിന് ഗിയറാണ്, ഷിമാനോൻ്റെ. അത്യാവശ്യം നല്ല സ്പെക്കാണ്. പിന്നെ ഗ്രൂപ്പ് സെറ്റ് വരുന്നത് സ്റ്റാർലെറ്റിൻ്റെയാണ്. സ്റ്റാൻഡേർഡാണ്, അത്ര ഹെവി അല്ല, എന്നാലും കുഴപ്പമില്ല. ചെയിനൊക്കെ നോർമൽ ചെയിനാണ്. പെഡൽ വരുന്നത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ 10,000 രൂപക്ക് വരുന്ന എല്ലാ മോഡലിലും പ്ലാസ്റ്റിക് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഷിഫ്റ്ററിനൊരു പ്രത്യേക ഷിഫ്റ്റർ വരുന്നത് ഷിമാനോൻ്റെ ഷിഫ്റ്ററാണ്. അതായത് ഈസി ഫെയർ ഷിഫ്റ്റർ എന്ന് പറയും. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഷിഫ്റ്ററാണ്. ഇത് പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻറ്റ് വരില്ല. അതേസമയം നമ്മളൊരു 8,500 വാങ്ങിക്കുന്ന മാക്സിറ്റിയുടെ ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിക്കുന്നതാണ്. റെവോ ഷിഫ്റ്റർ പറയും. റെവോ ഷിഫ്റ്റർ കുറച്ച് കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഹീറോ പുതിയതായിട്ട് ഇറക്കിയേക്കണ ഈ ഒരു ഓപ്ഷനിലാണ്. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇതാണ്. പിന്നെ സീറ്റൊക്കെ വരുന്നത് നോർമൽ ടൈപ്പ് സീറ്റ് തന്നെയാണ്. പിന്നെ ഒരു ഗുണം ക്വിക്ക് റിലീസ് ഉണ്ട്. നമുക്ക് സീറ്റ് കൈകൊണ്ട് തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ക്വിക്ക് റിലീസ് വെച്ചാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് റിമ് വരുന്നതും ക്വിക്ക് റിലീസാണ്. ഈസി ആയിട്ട് നമുക്ക് ടയർ റിലീസ് ചെയ്യാം. പുറകിൽ വരുന്നത് ക്വിക്ക് റിലീസ് അല്ല, പക്ഷേ നമുക്ക് ക്വിക്ക് റിലീസ് ആക്കാമെന്നേ ഉള്ളൂ. അത് ചിലവ് വരുന്നത് 400 രൂപയുള്ളൂ. പിന്നെ ത്രെഡ്ലെസ് ഇതാണ് വരുന്നത്. ഫോർക്കാണ്, ത്രെഡ്ലെസ് ഫോർക്കാണ്. അത്യാവശ്യം ഇപ്പോൾ ഒരു മാക്സിറ്റിയുടെ ആണെങ്കിൽ ത്രെഡ്ലെസ് അല്ല, അപ്പോൾ ബെറ്റർ ഓപ്ഷനാണ്. ഒരു 9,600 വാങ്ങാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. റിമ്മ് വരുന്നത് ഡബിൾ വാളാണ്. അതായത് ഗ്യാപ്പ് ഉണ്ടാവും റിമ്മിൽ, പഞ്ചറാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേസമയം മാക്സിറ്റിയിൽ വരുന്നത് സിംഗിൾ വാളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ബ്രേക്സ് വരുന്നത് വി ബ്രേക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കാണ്. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഹൈബ്രിഡിൽ 7 സ്പീഡ് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ വണ്ടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഫ്രെയിം വരുന്നത് സ്റ്റീലാണ്. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 20 കിലോ ഉണ്ടാവും. ഇത് 5 അടി 5 ഇഞ്ച് മുതൽ 6 അടി വരെയുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു വണ്ടിയാണ്. ഹൈറ്റ് കുറഞ്ഞവർക്ക് 5 അടി 5 ഇഞ്ചിൽ താഴെയുള്ളവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 5 അടി 5 ഇഞ്ചിന് മുകളിലുള്ളവർ വാങ്ങുക. പിന്നെ ഇതിൽ ഹബ്ബ് വരുന്നത് 36 36 ഹോൾ ഹബ്ബാണ്. പിന്നെ വിത്ത് സ്റ്റാൻഡും വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് മൺഗാർഡ്, ബെല്ല്, ലോക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. നമസ്കാരം.